ലെസന്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പോൾ നമ്മൾ +1 ഫിസിക്സിലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കൺസെപ്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പൊ ജനറലി ഒരു പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഫോർ ആക്ഷൻ. കപ്പാസിറ്റി ഫോർ ആക്ഷൻ. അതായത് ജനറലി ഒരു പൊട്ടൻഷ്യൽ എന്നുള്ള വേർഡ് അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്നൊക്കെ വേർഡ് മീനിങ് അല്ല, അതുകൊണ്ട് ഒരു അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്റി ഫോർ ആക്ഷൻ. ഒരു ആക്ഷൻ ചെയ്യാനുള്ള എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ പൊട്ടൻഷ്യൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ളത് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg. എം മാസുള്ള ഒബ്ജക്റ്റ് അതിന്മേൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? mg എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ എം മാസുള്ള ഒബ്ജക്റ്റ് നമ്മളൊരു എച്ച് എന്ന് പറയുന്ന ഒരു സ്മോൾ ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. എച്ച് എന്നുള്ള ഒരു ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുകയാണെങ്കിൽ എം മാസുള്ള ഒബ്ജക്റ്റ് ഒരു എച്ച് എന്നുള്ള ഹൈറ്റിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ട് mg ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ് മുകളിലോട്ട് ഉയർത്തുമ്പോൾ. അതുപോലെ ഈ അപ്വാർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. മുകളിലോട്ടുള്ള ഡയറക്ഷൻ എന്തായിട്ട്? മുകളിലോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുത്തു. എന്നിട്ട് mg എന്നുള്ള ഫോഴ്സ് താഴോട്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി എന്ത് ചെയ്യാണ്? അപ്വാർഡ് മുകളിലോട്ട് ഉയർത്താണ് ഇതിനെ. എച്ച് എന്നുള്ള ഹൈറ്റിൽ ഉയർത്തൽ ഈ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? mgh. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് mg, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h. അപ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മേൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? mgh, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയാണ്? താഴോട്ട് -mg എന്നുള്ള ഫോഴ്സ് ഉണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് -mgh ആയിരിക്കും. mg താഴോട്ടും h മുകളിലോട്ടും ആയതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സിമ്പൽ വരുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? ചെയ്ത വർക്ക് എന്ന് പറയുന്നത് mgh ആയിരിക്കും. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി m എന്ന മാസുള്ള ഒബ്ജക്റ്റിനെ h ഹൈറ്റിലോട്ട് ഉയർത്തിയാൽ, അതിനെ അക്യൂർ ചെയ്യപ്പെടുന്ന, അതിന് ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത് mgh. ഈ mgh പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആകപ്പെടും. ഈ mgh എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ ഒബ്ജക്റ്റിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഈ mgh എന്നുള്ളത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഇത് ഒരു ഹൈറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ v ഓഫ് h ഈക്വൽ ടു mgh. ഓരോ പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഉയർത്തുന്ന ഒരു h ഹൈറ്റിലേക്കാണ് ഉയർത്തുന്നതെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി mgh ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. v ഓഫ് h ഈക്വൽ ടു mgh. അപ്പോൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതിൽ നിന്ന് ലഭിക്കണമെങ്കിൽ F ഈക്വൽ ടു -dv/dh ചെയ്താൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ലഭിക്കും. -dv/dh എന്ന് പറയുന്നത് -d/dh ഓഫ് mgh ഈക്വൽ ടു -mg ഇൻറ്റു dh/dh ഈക്വൽ ടു dh/dh എന്ന് പറയുന്നത് 1. അപ്പോൾ -mg. അപ്പോൾ F ഈക്വൽ ടു -dv/dh. F ഈക്വൽ ടു -dv/dh ചെയ്യുമ്പോൾ എന്ത് ലഭിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലഭിക്കും. ഈ നെഗറ്റീവ് സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മുകളിലോട്ടുള്ള ഡയറക്ഷൻ എന്തായിട്ട് എടുത്തു? പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പോൾ താഴോട്ടുള്ള ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ആയിട്ടായിരിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴോട്ടാണല്ലോ.
അപ്പോൾ താഴോട്ടുള്ള ഡയറക്ഷൻ എന്നുള്ളത് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എഫ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച്, എഫ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച് ചെയ്തപ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ലഭിച്ചു. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇതുപോലുള്ള ഫോഴ്സ് ഇതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഗ്രാവിറ്റേഷന്റെ കേസിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ എനർജി ഒരു വി ഓഫ് എക്സ്, മാത്തമാറ്റിക്കലി ഒരു വി ഓഫ് എക്സ് എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ്. V of x is defined if f of x can be written as V of x is defined if f of x can be written as f of x equal to minus dv by dx. f of x equal to minus dv by dx. അതായത് ഒരു ജനറലി പൊട്ടൻഷ്യൽ എനർജി is defined, V of x is defined if f of x ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമെങ്കിൽ V of x ഡിഫൈൻഡ് ആണ്. f of x മൈനസ് ഡി വി ബൈ ഡി എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ എന്താണ് V of x എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് അത് തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് f of x ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. അതുപോലെ ഇത് ഇങ്ങോട്ട് എടുത്താൽ എഫ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി വി എന്ന് വരും. ഇവിടുന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക, എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഡി എക്സ് ഈക്വൽ ടു വി ഐ ടു വി എഫ്. വി ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി, വി എഫ് എന്ന് പറയുന്നത് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ എക്സ് ഐ ടു എക്സ് എഫ് എഫ് ഡി എക്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ. എക്സ് ഐ ടു എക്സ് എഫ് ഡി എക്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈക്വൽ ടു ഇത് ഈ മൈനസ് പുറത്തെടുക്കുക, മൈനസ് വി ഐ ടു വി എഫ് ഡി വി എന്ന് വരും ഈക്വൽ ടു മൈനസ് വി ഇന്റഗ്രൽ ഡി വി എന്ന് പറയുന്നത് വി ഐ ടു വി എഫ് ഈക്വൽ ടു മൈനസ് ഓഫ് വി എഫ് മൈനസ് വി ഐ ഈക്വൽ ടു എന്ത് ലഭിക്കും, വി ഐ മൈനസ് വി എഫ് എന്ന് ലഭിക്കും. അതായത് ഡബ്ല്യു ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ്, ഡബ്ല്യു ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ്. ഇതാണ് വർക്ക് ഡൺ ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ്. അപ്പോൾ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഓഫ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ വർക്ക് ഡൺ എന്ത് ലഭിച്ചു, വി ഐ മൈനസ് വി എഫ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ലൈക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനീഷ്യലും ഫൈനൽ പൊസിഷനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ് എന്ന് ലഭിച്ചു. അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനീഷ്യലും ഫൈനൽ പൊസിഷനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു വി ഐ മൈനസ് വി എഫ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലുള്ള ഫോഴ്സുകളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്തരം ഫോഴ്സുകളാണ് എന്ത് വിളിക്കുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് അതായത് വർക്ക് ഡൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നതിനാണ്, അങ്ങനത്തെ ഫോഴ്സുകളെയാണ് എന്ത് വിളിക്കുന്നത്, കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ലഭിച്ചു, നമുക്ക് വർക്ക് ഡൺ ലഭിച്ചു. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലുള്ള ഫോഴ്സുകൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ മാത്തമാറ്റിക്കലി വി ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ വി ഓഫ് എക്സ് ഡിഫൈൻഡ് ആവുന്നത് എപ്പോഴാണ്, എഫ് ഓഫ് എക്സ് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുന്നത്, ആ എഫ് ഓഫ് എക്സ് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമ്പോഴാണ്.
അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലുള്ള ഫോഴ്സുകൾ ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ അതിന്റെ വർക്ക് ഡൺ അത് നമ്മൾ സോൾവ് ചെയ്ത് അതിന്റെ വർക്ക് ഡൺ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലഭിച്ചു ഏത് ഇനീഷ്യൽ പൊസിഷനെ ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലുള്ള ഫോഴ്സുകൾ എന്താണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയാം. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ടേക്കൺ. ഏത് പാത്ത് എടുത്താലും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ വർക്ക് ഡൺ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനത്തെ ഫോഴ്സുകളാണ് എന്ത് പറയാ? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ കൺസർവേറ്റീവ് ഫോഴ്സ് മൂലമുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് VI മൈനസ് VF ആയിരിക്കും. വർക്ക് ഡൺ ഈക്വൽ ടു VI മൈനസ് VF. അതുപോലെ നമുക്ക് ലഭിച്ച് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സസ് ലൈക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലുള്ള കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ അതിന്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.